നിയ്യത്താണ് അല്ലാഹുവിന്റെ നോട്ടം. നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ആ തഖ്വ അത് ആർജിച്ചെടുക്കാൻ ഞാൻ എന്ത് വേണം? ലോകമൊട്ടാകെ മലീമസമായിരിക്കുന്നു. എന്റെ ചിന്തകളും പതറിപ്പോകുന്നു, എന്റെ ചിന്തകളും പാളിപ്പോകുന്നു. എനിക്ക് കാണുന്നത് പലതും ഹറാമായി പോകുന്നു, കേൾക്കുന്നത് പലതും ഹറാമായി പോകുന്നു. പലരെക്കുറിച്ച് എന്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾ വരുന്നു, തെറ്റിദ്ധാരണകൾ വരുന്നു. അങ്ങനെ ഞാൻ നശിക്കാൻ പോകുന്നു. ഈ നാശത്തിൽ നിന്ന് എന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? മല്ലീബി റദ്ദീജി മാഹിമിൻ വയതിഹാ കമായുറദ്ദു ജീമാ ഫുൽ ഖൈലി ബില്ലുജൂമി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് ഉറക്കിലിങ്ങനെ തടകിക്കൊടുത്തപ്പോ വാതരോഗം മാറിപ്പോയ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദിനുൽ ബൂസിരി റഹിമഹുല്ലാഹ് എത്ര വലിയ മഹാനാണ്, എത്ര വലിയ മഹാനാണ്, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്ത ആളാണ്, എത്ര ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച ആളാണ്. പക്ഷേ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്, സ്വന്തം ശരീരത്തെ കുറ്റം പറയുകയാണ്, സ്വന്തം ശരീരത്തെ നിന്ദിച്ച് സംസാരിക്കുകയാണ്, സ്വന്തം ശരീരത്തെ പുകഴ്ത്തുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ് മല്ലീമി റദ്ദീജിമാ ഹിമ്മിൻ വയതിഹാ കമാ യുറദ്ദു ജീമാ ഫുൽ ഖൈലി ബില്ലുജൂമി. വെപ്രാളം കാണിക്കുന്ന കുതിരയെ, അതേ കയറും കെട്ടും പൊട്ടിച്ചു ഓടിക്കളഞ്ഞ പോത്തിനെ, അതേ പിടിച്ചാൽ കിട്ടാത്ത വെപ്രാളം കാണിക്കുന്ന കുതിരയെ പിടിച്ചു കെട്ടി റൂട്ടിലൂടെ തിരിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരുണ്ടാകുന്നത് പോലെ എന്റെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച മനസ്സുകളും ദുഷിച്ച പ്രവർത്തനങ്ങളും ദുഷിച്ച ആശയങ്ങളും എല്ലാം ഒന്ന് പറിച്ചു മാറ്റി എന്നെ ശരിയായ റൂട്ടിൽ കൊണ്ടുപോകാൻ ആരുണ്ട്? ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നില്ല, ഞാനൊരു വലിയ ആളായി എന്ന് പറയുന്നില്ല. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് മഹാൻ അവർകൾ മോശക്കാരനായതുകൊണ്ടല്ല, അത് ആരിഫീങ്ങൾ ഔലിയാക്കളുടെ റൂട്ടാണ്. ഇമാം ഖസ്സാലി റഹിമഹുല്ലഹിയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഉപദേശിക്കുക, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഉപദേശിക്കുക. ആ ആക്ഷേപം കേൾക്കുമ്പോ ആ തെറ്റ് എന്നിലും ഉണ്ടല്ലോ, അത് ഞാൻ തിരുത്തേണ്ടതാണല്ലോ എന്ന് കേൾക്കുന്നവൻ മനസ്സിലാക്കി തിരുത്താൻ, വേറെ ഒരാളെയും ആക്ഷേപിക്കാതെ, വേറെ ഒരാളെയും നിന്ദിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുക മഹാന്മാരായ ആരിഫീകളുടെ ഉപദേശത്തിന്റെ ദഅവത്തിന്റെ മാർഗമാണ്. ഓ സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മൾ നമ്മുടെ ഖൽബ് വളരെ ക്ലിയറാണ്. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരേ അവസരം അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈമാനിന്റെ മധുരം നമുക്ക് ലഭിക്കുന്നത്. ആ മധുരം ലഭിക്കുന്ന ജനങ്ങളെ വാർത്തെടുക്കാൻ മുതഅല്ലിമീങ്ങളുള്ള സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് ദർസും മദ്രസയൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് പറയുന്നു, മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമു പഠിക്കണം. ഇപ്പോൾ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുള്ള കാലമാണ്. എല്ലാവർക്കും ഉണ്ട് വാട്സപ്പ്, എല്ലാവർക്കും ഉണ്ട് ഫേസ്ബുക്ക്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എല്ലാ വിഷയത്തിലും ഇടപെടുകയാണ്. ലോക വിഷയങ്ങളിലൊക്കെ മീസാനോന്ന മുതഅല്ലിമും ഇടപെടുകയാണ്. ഖത്തറിനോന്നവനും ലോക കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എല്ലാറ്റിലും ഇടപെടുകയാണ്. ഇടപെടാത്ത ആരുമില്ല, എല്ലാവരും എല്ലാറ്റിലും ഇടപെടുകയാണ്. അങ്ങനെ ഇടപെട്ട് എല്ലാ പ്രശ്നവും ഒറ്റ രണ്ടാഴ്ച കൊണ്ട് പരിഹരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്ക്. സുഹൃത്തുക്കളെ,
അതിന് പകരം എന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കുക. എനിക്കെന്ത് ചീത്ത സ്വഭാവമുണ്ട്, എനിക്കെന്ത് ചീത്ത ചിന്തയുണ്ട്, എനിക്കെത്ര അഹങ്കാരമുണ്ട്, എനിക്കെത്ര അസൂയയുണ്ട്, എനിക്കാരോടൊക്കെ വൈരാഗ്യമുണ്ട്, എനിക്കാരോടൊക്കെ വിദ്വേഷമുണ്ട്, അതെന്റെ മനസ്സിൽ നിന്ന് ഞാൻ ആദ്യം പറിച്ചെറിയുക. ഞാൻ എത്ര സുബഹി ഖളായി പോകുന്നുണ്ട്, മുതഅല്ലിമായി ജീവിക്കുമ്പോഴും ഞാൻ എത്ര സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെയുണ്ട്, ഞാനതേ എത്ര സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കുന്നുണ്ട്, ഞാൻ എത്ര ഖുർആനോത്ത് ഉസ്താദ് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഖളാക്കുന്നുണ്ട്, ഞാനതാ ഹദ്ദാദ് ചൊല്ലുന്ന സമയത്ത് ആ ഹദ്ദാദിൽ പങ്കെടുക്കാതെ മുങ്ങാനെന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ നോക്കുക, സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. ഞാൻ പഠിച്ച കിതാബ് നന്നായി ഞാൻ പഠിച്ചിട്ടുണ്ടോ, അതിപ്പോ വേറൊരാൾക്ക് എനിക്ക് വായിച്ചു ഓതി കൊടുക്കാൻ കഴിയോ, ആ കിതാബ് എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ, ആ പഠിച്ചത് പൂർണ്ണമായി എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഞാനത് പഠിക്കാൻ വല്ല ഉസ്താദിനെ ഞാൻ സമീപിച്ചിട്ടുണ്ടോ. ഇങ്ങനെ സ്വന്തം പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി എടുക്കുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് മനസ്സിന്റെ ശുദ്ധിയാണെങ്കിലും ശരി, പ്രവർത്തനത്തിന്റെ വൈകല്യങ്ങളാണെങ്കിലും ശരി, സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളാണെങ്കിലും ശരി, എന്റെ ശരീരത്തെ ഞാൻ നന്നാക്കാൻ നോക്കുക. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രശ്നം പരിഹരിച്ചാൽ ലോകത്ത് പ്രശ്നം തീർന്നു കേട്ടോ. നേരെ മറിച്ച് എല്ലാവരും എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് ഓരോരുത്തരും അഭിപ്രായങ്ങൾ പാസാക്കി, ഓരോരുത്തരും പലതും പറയാൻ തുടങ്ങി, പലരും ഫേസ്ബുക്കിലിടാൻ തുടങ്ങി, പലരും അതാ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കുന്നൊരു കാലഘട്ടമാണിത്. ഇതിൽ നിന്ന് മുക്തമായി മനസ്സ് ക്ലിയറായി ഞാനൊന്ന് ഈ കെട്ടിപ്പിണഞ്ഞ ലോകത്ത് നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയണം. യാത്ര പോകുന്ന സമയത്ത് ഒരു സന്തോഷത്തിന്റെ യാത്ര കിട്ടണം. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എനിക്ക് ആഖിറത്തിൽ കിട്ടിയില്ലെങ്കിലോ, അത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അവിടെ ആ മഹാന്മാരെ പവറ് ഞാൻ നേരത്തെ